ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം പതിവ് പോലെ തന്നെ നമ്മളെ പതിവായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് ഓരോ ദിവസവും ഓരോരോ രീതിയിലായിരിക്കൂലേ എല്ലാവർക്കും ഉണ്ടാവുക. ഓരോ ദിവസം ഓരോ പ്രതീക്ഷകളും സ്വപ്നങ്ങളും കാര്യങ്ങളും അല്ലേ. അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരുടെ ജീവിതവും പോവുക. ചിലപ്പം ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ ചിലപ്പോൾ തലേന്നേ അല്ലെങ്കിൽ ഇന്ന് അവിടെ പോകണം, ഇന്ന് ഇവിടെ പോകണം, അല്ലെങ്കിൽ ഇന്ന് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഓരോരോ പ്രതീക്ഷകളും ഓരോരോ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം പണ്ടുള്ളവരോ പറയുകയോ ഒരു വീടിൻ്റെ വെളിച്ചം ആ വീട്ടിലെ ഉമ്മയാണ് അമ്മയാണ് എന്നൊക്കെ പറയലുണ്ടല്ലോ അല്ലേ. അതുപോലെ നമ്മളും ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്ക് മക്കളൊക്കെ ആയി നമ്മളും ഒരു സാധാരണ നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു സാധാരണ വീട്ടമ്മമാരായി നമ്മളും അല്ലേ. എന്നാലും എന്താ പറയുക, നമ്മളും ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും വീട്ടിലിരുന്നൊരു വരുമാനം എന്നൊക്കെ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു വരുമാനം എന്നുള്ള നിലക്കാണ് കേട്ടോ ഈ ഒരു ചാനലിനെ കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇപ്പം വെറുതെ ഒന്നും ആരും ഇത് തുടങ്ങൂല. ഇതിൽ നിന്ന് നമുക്ക് വീട്ടിലിരുന്നൊരു വരുമാനം എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനും എൻ്റെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ചിലവർക്കൊക്കെ ചിലപ്പോൾ നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ടാവും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങൾ ഇല്ലായ്കയും ഒക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ചാനൽ വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന, നമ്മളൊരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വളരെ കുറച്ച് ആളുകളെങ്കിലും ഉണ്ട്. അപ്പം നിങ്ങൾ തരുന്ന ആ ഒരു സ്നേഹത്തിനും ആ ഒരു സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി കേട്ടോ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ടാണെങ്കിലും പിന്നെ എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു സ്നേഹത്തിനും ആ ഒരു സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പം പതിവ് പോലെ തന്നെ നമ്മളെ പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തീയൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് അടുപ്പും തന്നെയൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഒന്ന് തീ കത്തിക്കുന്നതിൻ്റെ മുന്നാണെങ്കിലും ഒന്ന് അടുപ്പും തന്നെയൊക്കെ ഒന്ന് അടിച്ച് ആ ഒരു വെണ്ണീരൊക്കെ പാറി അങ്ങനെ ഒരു വൃത്തിയില്ലാണ്ട് കിടക്കുന്നതിനോട് എനിക്ക് തീരെ ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് അടുപ്പൊക്കെ കുറേ പൊളിയാനൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ ആയല്ലോ നമ്മളിവിടെ കൂടിയിട്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് മെനക്കെട്ട് നന്നാക്കാനൊന്നും നിൽക്കണില്ല. ഉള്ളത് ഒന്ന് വൃത്തിക്ക് നന്നാക്കി അങ്ങനെ കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീയൊക്കെ ഒന്ന് കത്തിച്ച് നമ്മൾ വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത്. സാധാ നമ്മളെ നീർദോശ, ദേശീയ കടി എന്ന് പറയാൻ പറ്റുന്ന കടിയാണിത്. എല്ലായിടത്തും ഇവിടെ മാത്രമല്ല ഭൂരിയും ദോശയും ഒക്കെ തന്നെയാണ് കേട്ടോ ഞാൻ അധികം ഉണ്ടാക്കൽ. അപ്പം ദോശക്ക് നല്ല നീർദോശ, നല്ല കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഉറ്റിച്ച് പിന്നെ നല്ലൊരു പാകത്തിനുള്ള ഒരു നീർദോശ അങ്ങനെ. അപ്പം അതൊക്കെ മാവൊക്കെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ദോശ ഒന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പം നാസിമോൻ ഇന്ന് നേരത്തെ എണീച്ചിന് കേട്ടോ. ഓന് അവിടെ ഇരിക്കുന്നുണ്ട്. ഓൻ്റെ പലക എൻ്റെ കയ്യിലാണുള്ളത്. ഞാൻ ക്യാമറ ഓണാക്കിയിട്ട് ഫോൺ അവിടെ വെച്ചിരിക്കുന്നു കേട്ടോ പലകേമ്മൽ. അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. ഓന് താഴെ ആയതുകൊണ്ട് പിന്നെ വീഡിയോയിൽ കാണായിട്ടാണ്. അപ്പോൾ ഓനിക്കിപ്പോൾ ദോശ വേണം. എന്താണെന്നറിയില്ല, ഇന്ന് കുറച്ച് നേരത്തെ എണീച്ച് വന്നിക്കണേ. അപ്പോൾ ചൂടോടെ ചുടുമ്പൽ അങ്ങോട്ട് കൊടുത്താൽ ചിലപ്പോൾ അങ്ങോട്ട് കഴിച്ചോളല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓനിക്കുള്ളത് ഇത് ആദ്യം തന്നെ ചുട്ടൊരു പാത്രത്തിലാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഓൻ്റെ പലക കൊടുക്കട്ടെ. എന്നാൽ ഓന് അതും കൊണ്ട് മെല്ലെ അവിടെ ഇരിക്കുമ്പോഴേക്കും എൻ്റെ ഇടയിൽ കൂടെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ അങ്ങോട്ട് തീർന്നോളും. ചിലപ്പോൾ ഇത് കഴിക്കലും ഉണ്ടാവില്ല, അവിടെ ഇട്ടിട്ട് പോവാനും മതി. ഓൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതാ പലകയൊക്കെ കൊടുത്തേണ് ഞാൻ. അപ്പോൾ ചൂടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു തുണിയൊക്കെ താഴെ വാങ്ങി വെച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണ കണ്ടിട്ടുള്ള ഹായ് കാട്ടലും ചിരിക്കലും ഓരോന്നിങ്ങനെ കാട്ടലൊക്കെയാണ് ഓനക്ക്. എന്തായാലും കുട്ടി കുറേ കാലം ആയല്ലോ ഈ ഉമ്മച്ചി ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കണ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ തന്നെ ഓനക്കറിയാം എന്താ സംഭവം എന്നുള്ളത്. ചിലപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും കേട്ടോ, ഞാൻ വീഡിയോ എടുത്ത് തരണോന്നൊക്കെ. അപ്പോൾ കുട്ടിക്ക് എന്തായാലും നമ്മൾ ചെയ്യണത് ഇങ്ങനെ കുറേ ആയില്ലേ കാണണം, അതുകൊണ്ട് ഓനും അത് പഠിച്ചോളും എന്തായാലും. അങ്ങനെ ഞാനിതാ ഇനി മെല്ലെ വേഗം ഓരോരോ ദോശകളൊക്കെ ആയിട്ട് അങ്ങനെ ചുട്ടെടുക്കട്ടെ. ആദ്യം ഞാൻ അടുപ്പത്തുനിന്ന് കഴിഞ്ഞിട്ടോ ദോശ ഓട്ടടയൊക്കെ ചുടലുണ്ടായിനിയത്. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ വെള്ളം വെക്കണത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ രണ്ടും കൂടെ വെള്ളം തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നം. വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ചുട്ടെടുക്കാനാകുമ്പോഴത്തേക്കും സമയമൊക്കെ പോവും. എന്താ വെച്ചാൽ എല്ലാവർക്കും സ്കൂളിലൊക്കെ പോകാനുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പിന്നെ ഗ്യാസുമ്മ തന്നെ ചായയും കടിയൊക്കെ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ.
അതാകുമ്പോൾ നമ്മൾ രണ്ടടുപ്പും കത്തിക്കാനൊന്നും ആവില്ല. ഇതാകുമ്പോൾ വേഗം പരിപാടി അങ്ങോട്ട് കഴിയും. അപ്പുറത്ത് വെള്ളവും ചോറും പിന്നെ വെള്ളമൊക്കെ തന്നെ പിന്നെ അടുപ്പത്തുനിന്നും ആക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഓന് അവിടുന്ന് എണീച്ചിട്ട് നേരെ മേശമ്മക്ക് വന്നിക്കണ്. അപ്പോൾ ഉപ്പച്ചീനോട് എന്തൊക്കെയോ പരാതി പറഞ്ഞു കൊടുക്കുന്നതാണ് ഇപ്പം അതിൻ്റെ മേലെ ഇരുന്നിട്ട് കേട്ടോ. ഇനിയാണ് പറയണത് അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ ഓനക്ക് കുറച്ച് പറയാനൊക്കെ ഉണ്ടാവും എപ്പോഴും. അപ്പോൾ അത് പരാതിയും പരിഭവമൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അവിടെ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ദോശക്ക് ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ സാധാ തേങ്ങാ ചട്ടിനി. അതിന് ഞാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, തേങ്ങയും പച്ചമുളകും 2 അല്ലി ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാട്ടോ കറിവേപ്പിലയും പൊട്ടിച്ച് കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച് നമ്മളെ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം ആ ജാറും കൂടെ ഒന്ന് ചുഴറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാധാ നമ്മളെ ദോശയും ചട്ടിനിയും തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ചട്ടിനി ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് പൊട്ടിച്ചിട്ടോ ഉഴുന്നും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാന്ന് പറയുന്നത് കേട്ടോ. പുരയിൽ ഉമ്മ ഉണ്ടാക്കലുണ്ട് ഉഴുന്ന് ചട്ടിനിയിൽ ഉഴുന്ന്. അപ്പോൾ ഇന്ന് വോയിസ് കൊടുക്കുമ്പോഴേ തൊണ്ടക്ക് എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ രാവിലെയാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കാനിരുന്നത്. മക്കളെ മദ്രസ പറഞ്ഞയച്ചതിന് ശേഷമാണ്. നാസിമോനെ എണീക്കണതിൻ്റെ മുന്നേ വോയിസൊക്കെ ഒന്ന് കൊടുത്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടേ. ഓൻ എണീച്ചാൽ പിന്നെ നിങ്ങൾക്കറിയാലോ. അപ്പം ഇപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എണീച്ചപാടുള്ള ആ ഒരു സൗണ്ടിൻ്റെ പ്രശ്നമാണോയെന്നും അറിയൂല. അതാണ് ഒരു സുഖമില്ലായ്മ. ഞാൻ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദോശയും ചട്ടിനിയൊക്കെ അവിടെ റെഡിയാക്കിയിരിക്കണ്. പിന്നെ വേഗം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുക എന്നതാണല്ലോ ഒരു ഇത്. അപ്പോൾ വേഗം ചായയൊക്കെ കുടിച്ചു. ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അടിച്ചുവാരലും തുടക്കലും പാത്രം കഴുകൽ അങ്ങനെ പണികളൊക്കെ ഒന്ന് വേഗം തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നൊരു കുറച്ചൊരു വിധം വേഗത്തിൽ തന്നെ എന്താ പറയുക അതിൻ്റെ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് ചോറും കറിയും ആക്കണം. പിന്നെ എന്താ പറയുക ഈ തുണികളും കൂടെ ഒന്ന് ആറിയിടാനുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റത്തൊന്നും ഇടണില്ല, ഞാൻ സൈഡിൽ തന്നെ കൊണ്ടുപോയി ഇടാൻ വിചാരിക്കുന്നത്. ഒന്നാമത്തെ ഇടയ്ക്ക് മഴ പെയ്യുക ഇടയ്ക്ക് വെയിൽ വരിക അങ്ങനെ ആകുമ്പോഴേ തുണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എന്നാലും എനിക്കിപ്പോൾ ഈ മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ ഇതിലൊന്നിട്ട് ഉണക്കി എടുക്കണേ കൊണ്ട് കുറേ സമാധാനം ഉണ്ട് കേട്ടോ. വേഗം ഒന്ന് ഒരുവിധം വേഗത്തിലൊക്കെ തുണികൾ ഉണങ്ങി കിട്ടുന്നുണ്ട്. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ മെഷീനും കൂടെ ഇല്ലാത്തപ്പോൾ ഇന്നിട്ട തുണികൾ ഒരാഴ്ച കഴിഞ്ഞാലൊക്കെ അതിന് ഉണങ്ങലുണ്ടാവുക. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം എനിക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നേ ചെമ്മീനും ചക്കക്കുരും ഉണക്ക ചെമ്മീനും ചക്കക്കുരും കൂടെ ഒന്ന് തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. ഇത് ഞാൻ ഉമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെ കഴിഞ്ഞതിൽ ചക്ക കൊണ്ടുവന്നിട്ട് ചേതിയുമ്പോൾ ഇരുന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊന്ന് തേങ്ങ അരച്ചിട്ട് ഉണക്ക ചെമ്മീനും കൂടെ പൊടിച്ചിട്ടിട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരുവൊക്കെ ഒന്ന് നന്നാക്കി കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. ചക്കക്കുരു ആകുമ്പോൾ ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ അസ്കിത ആർക്കും വേണ്ട വിചാരിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തക്കാളിയും 2-3 പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് ഒന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിന് കേട്ടോ. ഒരു 2 വിസിലടിച്ചാൽ ചക്കക്കുരു അങ്ങോട്ട് വെന്ത് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കട്ടെ. അപ്പോൾ തേങ്ങയിലും ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒന്ന് വല്ലാണ്ട് അങ്ങോട്ട് വറന്ന് വരുമൊന്നും വേണ്ട, എന്നാലും ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ഒന്ന് ചേർത്ത് അങ്ങനെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നതിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാനൊന്ന് നമ്മളെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ കാണലുണ്ട് എന്താ പറയുക മുരിങ്ങച്ചപ്പ് താളിക്കണതിൻ്റെ തന്നെ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ വട്ടം ഇട്ടിട്ടുമുണ്ട്, എന്നാലും ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളും അങ്ങനെയല്ലേ, വേറെ ആരുടെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്നാൽ പിന്നെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് അങ്ങനെ വിചാരിക്കലുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാൻ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് പിന്നെ അതിൽ ഞാൻ മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുത്തു. പിന്നെ ഞാൻ ആ ചെമ്മീനും കൂടെ ഒന്ന് അതേ ചട്ടിയിൽ തന്നെ ഇട്ടൊന്ന് നല്ലൊന്ന് ചൂടാക്കി എടുത്തിന് കേട്ടോ.
ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലോണം അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ട് ലാസ്റ്റ് ആ ഒരു ചെമ്മീൻ അതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് പൊടിച്ചിട്ട്, ശരിക്കും കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടാലും മതി. എന്നാലും ഞാൻ തേങ്ങ അരഞ്ഞതിൻ്റെ ശേഷം ആ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒരൊറ്റൊരു കറക്കൽ ഒന്ന് കറക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ ഞാൻ എന്താക്കോ ആ ഒരു ചക്കക്കുരു വേവിച്ച് വെച്ചില്ലേ, അതിലേക്ക് ആ ഒരു തേങ്ങ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതൊന്ന് വറവിട്ട് എടുക്കാനേ ഉള്ളൂ കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. ഇപ്പോൾ ചക്കക്കുരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ. ഇതൊക്കെ തന്നെ മതി. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ജോറായിട്ട് നമുക്ക് ചോറ് കഴിക്കാം. ഞാൻ പിന്നെ ഈ ഒരു കറി മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത്. പപ്പടമൊക്കെ വാങ്ങാൻ പോകാൻ കുട്ടികൾ സ്കൂളിലും പോയിക്കണ്. പിന്നെ എനിക്ക് പോകാൻ വേണ്ടി മടിച്ചിട്ടോ പീടികയിൽ പോകാൻ. അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. വൈകുന്നേരം ഇവർ വരുമ്പോൾ കൊണ്ടുവരാൻ പറയാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ കേട്ടോ അതൊക്കെ ഒന്ന് എല്ലാം സെറ്റാക്കി എടുത്താണ്. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചാണ്. അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. കടുകല്ല കേട്ടോ, ഉലുവയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇനി നമ്മളെ കറി ഒന്നയിക്ക് ഒഴിച്ച് വറവിട്ടെടുക്കുക കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചോറ് കഴിക്കാൻ നല്ല ഉണ്ടായിന് കേട്ടോ. കാണാനും നല്ല മൊഞ്ചുണ്ട്, കഴിക്കാനും അതുപോലെ മൊഞ്ചുണ്ടായിന്. അപ്പോൾ നമ്മൾ കറി അവിടെ റെഡി ആക്കിയിട്ട് ഞാൻ വീണ്ടും നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ഇച്ചിരിയായിട്ടൊന്ന് പെരങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം എന്താക്കിക്കണ് ഒന്ന് അടുക്കളയും കൂടെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പെരങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആ കറി വെക്കാൻ വേണ്ടിയിട്ട് പെരങ്ങിയ കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വേഗം ഒന്ന് കഴുകി എടുത്ത് വെച്ചാൽ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാണ്. ഇനി നമ്മൾ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടൊന്നും ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ വരെയാണ് നമ്മളെ വീഡിയോ ഉള്ളത്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് കഴുകി എടുക്കണുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലേ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകളൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതാ അടുക്കളയും കൂടെയൊക്കെ ഒന്ന് പാത്രമൊക്കെ കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ ഞാനും നാസിമോനും ഇതാ ചോറൊക്കെ വയ്ക്കുകയാണ്. ആ ഒരു കറി തന്നെ കേട്ടോ. ഞാൻ ചോറാണ് വയ്ക്കുന്നത്. ഓനിതാ ദോശയൊക്കെ എടുത്തിട്ട് ഇരുന്നിക്കണം കേട്ടോ. ഓനിക്ക് ദോശയും പഞ്ചസാരയും മതി എന്ന് പറഞ്ഞിട്ട് ഓനിക്ക് അതാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ ചോറൊക്കെ വയ്ക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം പതിവ് പോലെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.